السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال رحمه الله شيخ ابن باز رحمة الله عليه പറഞ്ഞു الدرس الثامن عشر പാഠം 18 തജ്ഹീസുൽ മയ്യിത്തി വസ്സലാത്തു അലൈഹി വദഫ്നുഹു മയ്യത്ത് സംസ്കരണം, മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നമസ്കാരം, മയ്യത്തിനെ മറമാടൽ, ഈ വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വൈലൈക തഫ്സീലു ദാലിക, നിനക്കതിന്റെ വിശദീകരണം. അവ്വലൻ, ആദ്യം ചർച്ച ചെയ്യുന്നത് യുഷ്റഉ, ശർആക്കപ്പെടും, മശ്റൂആക്കപ്പെടും. തൽഖീനുൽ മുഹ്തദർ, മരണം ആസന്നമായവന് തൽഖീന്, അത് മശ്റൂആണ്. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ. അവിടെ അൽ മുഹ്തദർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമാസന്നമായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ. തൽഖീൻ അതാണ്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ, തൽഖീൻ, അത് പറഞ്ഞു കൊടുക്കൽ. ലിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ തെളിവെന്താണ്? ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലഖിനു, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ചൊല്ലിക്കൊടുക്കണം. മൗതാക്കും, എന്താ മൗതാക്കും എന്നുള്ളതിന്റെ അർത്ഥം? എന്താ മൗതാക്കും എന്നുള്ളതിന്റെ അർത്ഥം? മരിച്ച ആൾക്കാരെന്നാ അതോ മരിച്ചാത്ത ആൾക്കാരെന്നാ? എന്താണ് മൗതാക്കും? അല്ലേ, അവിടെ ഡിക്ഷണറി വെച്ചിട്ട് അർത്ഥം പറഞ്ഞാൽ നിങ്ങളിൽ മരിച്ച ആൾക്കാരെന്നാ. പക്ഷെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ അവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് മരണം ആസന്നമായ ആൾക്കാരെന്നാ. അതുകൊണ്ടാണ് ഡിക്ഷണറി നെറ്റും വെച്ചിട്ട് അർത്ഥം പറയാൻ നിൽക്കരുതെന്ന് പറയുന്നത്. എന്നിട്ട് ഷെയർ ചെയ്താൽ ഈ ജാതി അബദ്ധങ്ങൾ പറ്റും. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ അങ്ങനെ അർത്ഥം വെച്ചാലും മഹാ അബദ്ധം പറ്റും. ഇവിടെ മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം, അതതിന്റെ അർത്ഥം. റവാഹു മുസ്ലിം, അത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഫി സ്വഹീഹി, മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. വൽ മുറാദ് ബിൽ മൗത ഫി ഹാദൽ ഹദീസ്, അവിടെ പറയുന്നുണ്ട് ഈ ഹദീസിൽ മൗത, മരണപ്പെട്ടവർ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അൽ മുഹ്തദറൂൻ എന്നാണ്. അതായത് മരണം ആസന്നമായവർ, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വഹും, ആരാണവർ? മൻ ലഹറത്ത് അലൈഹിം അമാറാത്തുൽ മൗതി, മരണത്തിന്റെ അടയാളങ്ങൾ അവരിലുണ്ട്. അങ്ങനെ മരണമാസന്നമായ ആളുകളുണ്ടാവും. മരണത്തിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കലാണ്. അതല്ലാതെ മരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലില്ല. ഇതാണ് അതിൽ ഒന്നാമത്തത്. ഈ അധ്യായത്തിൽ 18ാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വിഷയം അതാണ്. മരണമാസന്നമായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. സാനിയൻ, രണ്ടാമത്തത് ഇദാ തുയുഖിന മൗതുഹു, അവന്റെ മരണം ഉറപ്പായാൽ, ഉഗമ്യദത്ത് ഐനാഹു, അവന്റെ രണ്ട് കണ്ണുകളും അടക്കണം, കണ്ണുകൾ അടക്കുന്നതിനാണ്. വശുദ്ധ ലിഹിയാഹു, അവന്റെ രണ്ട് താടികളും കെട്ടണം. ശുദ്ധ ബന്ധിക്കുക എന്നാണ്. അവന്റെ താടി രണ്ടും, അത് രണ്ടും കെട്ടണം, ബന്ധിക്കണം. ലിവുറൂദി സുന്ന ബിദാലിക, ആ വിഷയത്തിൽ ശരിയ വന്നതുകൊണ്ട്, സുന്നത്ത് വന്നതുകൊണ്ട്. അതാണ് രണ്ടാമത്തത്, കണ്ണുകൾ അടക്കണം, മരണം ഉറപ്പായി കഴിഞ്ഞാൽ. സാലിസൻ, മൂന്നാമത്തത് യജിബു ഗസ്ലുൽ മയ്യിത്തിൽ മുസ്ലിം, മുസ്ലിമായ ആളുടെ മയ്യത്ത് അത് കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഇല്ലാ അൻ ഷഹീദൻ, എന്നാൽ അതിലൊരു ഒഴിവുള്ളതായിരിക്കാണ്, ഷഹീദിനാണ്. ആരാ ഷഹീദ്? രക്തസാക്ഷി. മാതഫിൽ മഅറക, അയാൾ യുദ്ധത്തിൽ മരണപ്പെട്ട ആളാണ്. എന്തുകൊണ്ടാണ് അവിടെ പ്രത്യേകത എടുത്തു പറഞ്ഞത്? മഅറക്കത്തിൽ കൊല്ലപ്പെട്ട ആളെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതല്ലാത്ത ഷഹീദുകളുണ്ട്, ഇതിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കി പോകണം. കാരണം അതല്ലാത്ത കുറെ ഷഹീദുകളുണ്ട്, അവരൊന്നും കുളിപ്പിക്കണ്ടേ. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. മാതഫിൽ മഅറക, മഅറക എന്ന് പറഞ്ഞാൽ യുദ്ധം, യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചുപോയ ഷഹീദല്ലാത്ത ആളുകളൊക്കെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഫൈന്നഹു ലാ യുഗസ്സൽ, ഷഹീദായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, യുദ്ധത്തിൽ ഷഹീദായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കുളിപ്പിക്കേണ്ടതില്ല. വലാ യുസല്ല അലൈഹി, അവനെ നിസ്കരിക്കുമാണ്. ഇത് വേറെ നിയമമാണ് അവരെ സംബന്ധിച്ചിടത്തോളം.
അവർ അത്രക്കും ക്വാളിറ്റി നേടിക്കഴിഞ്ഞ ആൾക്കാരാണ്. പിന്നെ എന്തിനാ അവർക്കത്? ബലുദ്ഫൻ ഫി സിയാബിഹി, അവരവരുടെ വസ്ത്രത്തിൽ തന്നെ മറമാടണം. സിയാബ് വസ്ത്രം, യുദ്ഫൻ മറമാടണം. അവരെ മറവ് ചെയ്യേണ്ടത് അവരുടെ വസ്ത്രത്തിൽ തന്നെ. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുഗസ്സിൽ ഖത്ല ഉഹദിൻ വലം യുസല്ലി അലൈഹിം, ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകളെ കുളിപ്പിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുമില്ല. കാരണം ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് സഹാബികൾ ഷഹീദായിട്ടുണ്ട്. അതാണ് അതിന്റെ തെളിവ്. ഇത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഖൗല്. ഇനി അതിന്റെ ഷർഹ് നോക്കിക്കോ. അത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിന്റെ ഷർഹ് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അശ്ശർഹ്, വിശദീകരണം. ഹാദാ ഹുവ ദർസുൽ അഖീർ മിൻ ഹാദിഹി റിസാലത്തി നാഫിയ, വളരെയധികം ഉപകാരപ്രദമായ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ റിസാലയിലെ അവസാനത്തെ അധ്യായം ഇതാണ്. വഖദ് ഖസ്സസഹു റഹിമഹുല്ലാഹ് ഫി അൽ അഹ്കാമിൽ മുതഅല്ലിഖത്തി ബിൽ മയ്യിത്തി, ഇത് മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രത്യേകാക്കിയിട്ടുണ്ട് ഈ അധ്യായം. തജ്ഹീസൻ, മയ്യത്തിനെ ഒരുക്കുക, വസ്വലാത്തൻ അലൈഹി വദഫ്നൻ അലൈഹി, ഈ വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. മയ്യത്തിനെ മറമാടുക, സ്കരിക്കുക, മറവ് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. മയ്യത്തിനെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. വലാ ശക്ക അന്ന ഹാദിഹി മസായിലുൻ മുഹിമ്മ, ഈ മസ്അല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിൽ സംശയമല്ല. ഇത് മസ്അല മുഹിമ്മയാണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ജദീറും ബിൽ മുസ്ലിമി, ഒരു മുസ്ലിമിന് എന്ത് ചെയ്യണം? അൻ യതഅല്ലമഹ വഅൻ യഅയഹ വഅൻ യഅരിഫഹ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ അഹ്കാമുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം ഓരോ മുസ്ലിമിനും. വൽ മൗതു അംറുൻ വാഖിഉൻ ലികുല്ലി ഇൻസാനിൻ, മരണം ഓരോ മനുഷ്യനും മരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോരുത്തരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും, ആരാണെങ്കിലും. അൽ-ഇംറാനിലെ 185-ാമത്തെ ആയത്ത്. ഓരോ നഫ്സും മരണത്തിന്റെ ടേസ്റ്റ് ആസ്വദിക്കുക തന്നെ ചെയ്യും. വൽ മയ്യിത്തു ലഹു അഹ്കാമു ജാഅത്ത് ശരീഅത്തു ബിബയാനിഹ, അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചാൽ അതിന് ചില വിധികളുണ്ട്, അത് ശരീഅത്ത് അതിനെ ബയാൻ ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഫിഹാ ഇനായത്തുൻ ബിൽ മയ്യിത്തി തജ്ഹീസൻ വതഗ്സീലൻ വതക്ഫീനൻ വസ്വലാത്തൻ വദുആഅൻ വദഫ്നൻ, ഈ വിഷയങ്ങളൊക്കെ അതിൽ പെടും. മയ്യത്തിന്റെ തജ്ഹീസ്, സംസ്കരണം, കുളിപ്പിക്കല്, കഫൻ ചെയ്യല്, നിസ്കാരം, ദുആ, മറമാടൽ. വഹിയ അഹ്കാമുൻ അലീമ, എന്നൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട അഹ്കാമുകളാണ്. തതജല്ലാ ഫിഹാ മാലിൽ മയ്യിത്ത് മിൻ ഹഖ്കിൻ അലീമിൻ അലാ അഹ്ലിഹി വദവിഹി, ഇതെന്താ വെച്ചാൽ മയ്യത്തിനോടുള്ള ബാധ്യതകളിൽ പെട്ടതാണ്. അവന്റെ കുടുംബക്കാർക്ക്, അവന്റെ അടുത്ത ആളുകൾക്ക്, അതേപോലെ അലാ ഉമൂമിൻ നാസി, പൊതുജനങ്ങൾക്കും അതിൽ ചില കടമകളുണ്ട്. അതെന്തായിട്ടാ? ദുആൻ വസ്വലാത്തൻ. അപ്പൊ അവന്റെ അടുത്ത ആളുകൾക്ക്, അവന്റെ കുടുംബക്കാർക്ക്, പൊതുജനങ്ങൾക്ക്, അപ്പൊ അവരെല്ലാവരും ഈ വിഷയം പഠിച്ചിരിക്കല്, ഇതുമായിട്ട് ബന്ധപ്പെട്ട മസലകൾ പഠിച്ചിരിക്കല് നിർബന്ധമാണെന്ന് അർത്ഥം. വൈദാ ജുഹിലത്ത് ഹാദിഹിൽ അഹ്കാമു റുബ്ബമാ ഉമിലൽ മയ്യിത്ത് മുആമലതൻ ഖാതിഅതൻ, ഈ വിഷയങ്ങളെ സംബന്ധിച്ച്, ഇതിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച് അജ്ഞരായാൽ എന്താ സംഭവിക്കുക? മയ്യത്തിനോട് പല അബദ്ധങ്ങളും നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ മുഖാലിഫത്തൻ ലിശറഇല്ലാഹി സുബ്ഹാനഹു വതആല, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശറഇന് വിരുദ്ധമായിട്ടുള്ള പലതും അതിൽ വരും ഈ വിഷയങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ. സവാഅൻ മിൻ ഹൈസു അത്തഗ്സീൽ വത്തക്ഫീൻ, അത് കുളിപ്പിക്കലാണെങ്കിലും ശരി, കഫൻ ചെയ്യലാണെങ്കിലും ശരി, ഔ മിൻ ഹൈസ് അസ്സലാത്ത് വദ്ദഫൻ, നിസ്കാരവുമായി ബന്ധപ്പെടുന്നതാണെങ്കിലും ശരി, മറമാടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, ഔ മിൻ ഹൈസു അദ്ദുആ അല്ലദി യുദ്ആ ബിഹിൽ ലിൽ മയ്യിത്തി, മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ദുആ ആണെങ്കിലും ശരി, ഏത് വിഷയമാണെങ്കിലും ഇതൊക്കെ ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? മുസ്ലിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിൽ പല അബദ്ധങ്ങളും സംഭവിക്കും. ഫൈനമ നജ്ഹലു മാ ജാഅത്ത് ബിഹി ശരീഅത്തുല്ലാഹി സുബ്ഹാനഹു വതആല റബ്ബമാ വഖാ ഫീ ഉമൂരിൻ മുഖാലഫത്തൻ ലിശ്ശറഇ വ ഉമൂരിൻ ലാ അസ്ല ലഹ, ഒന്നെങ്കിൽ ശറഇന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ വ ഉമൂറുൻ ലാ അസ്ല ലഹ, യാതൊരുവിധ അസ്ലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നടക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ഉള്ള ഒരു രംഗാണ് ഇത്, ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും മുസ്ലിങ്ങളിലേക്ക് ബിദ്അത്തുകൾ വന്നിട്ടുണ്ട്, ഖുറാഫാത്തുകൾ വന്നിട്ടുണ്ട്, അനാചാരങ്ങൾ വന്നിട്ടുണ്ട്. ഏത് ഫീൽഡെടുത്താലും, കുടുംബജീവിതമാണെങ്കിലും കല്യാണമാണെങ്കിലും എന്താണെങ്കിലും, നിസ്കാര വിഭാഗത്തുകൾ ഏതെടുത്താലും അതിലേറ്റവും കൂടുതൽ അനാചാരങ്ങളുള്ളൊരു ഇതാണ് ഇത്, ഈ മയ്യത്ത് മരണം അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരു വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, അയാളെ മറമാടിയാലും തീരുന്നില്ലല്ലോ, പിന്നെ അത് വർഷങ്ങളോളം ആവർത്തിച്ചുകൊണ്ടിരിക്കും, ആണ്ടായിട്ടും മറ്റേതായിട്ടും പലതും ആയിട്ടും.
വലിയ ആൾക്കാരാണെങ്കിൽ അവിടെ കബറുണ്ടാക്കുകയും ചെയ്യും, അവിടെ കബർ കെട്ടി പൊന്തിച്ചിക്കുകയും ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഒരുപാട് ഷിർക്ക് മുതലുള്ള എല്ലാ അവിടെ ഷിർക്കടക്കമുള്ള എല്ലാ ഖുറാഫാത്തുകളും വിദാത്തുകളും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്താണ്? ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആളുകൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഹദ്ദസനി അഹദുൽ അഷ്ഖാസി കാല മറത്തൻ, എന്നോട് ഒരാൾ പറഞ്ഞു, ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ബദർ ഹഫിളഹുല്ലാ പറയണേ, വകുനാ നജ്ഹലു ഹാദൽ ഹംർ. എന്താ എന്നോട് പറഞ്ഞത്? ഞങ്ങൾക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു. ജീനാ ബിൽ ജനാസ, ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ജനാസ കൊണ്ടുവന്നു, മയ്യത്ത് കൊണ്ടുവന്നു. വസല്ലൈന അലൈഹ റക്അത്തൈനി ബി റുക്കൂഇൻ വസുജൂദിൻ. ഞങ്ങൾ എന്ത് ചെയ്തു? നല്ല അടിപൊളിയായിട്ട് റുക്കൂവും സുജൂദും കൂടിയിട്ട് ഉഷാറാക്കിയിട്ട് നിസ്കരിച്ചു. മനസ്സിലായോ? എന്താ റുക്കൂവും സുജൂദോട് കൂടിയിട്ട് ഉഷാറാക്കി നിസ്കരിച്ചു മയ്യത്തിന് വേണ്ടിയിട്ട്. ഫമല്ലാ യഅരിഫുൽ അഹ്കാമ യഖഉ മിൻഹു മിസ്ല ഹാദാ വറുബ്ബമാ അശദ്ദു മിൻ ദാലിക. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അറിവില്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കും, അതല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. വകം യുമാറസു ഇൻദ ദഫനി മിൻ ബിദായിൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ബിദഅത്തുകളാണ് ഈ ദഫനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ലാ തൻഫഉൽ മയ്യിത്ത, അത് മയ്യത്തിനൊരു ഉപകാരം ചെയ്യില്ല, അത്തരത്തിലുള്ള ബിദഅത്തുകൾ. വതദുറുൽ അഹ്യാ, എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഉപദ്രവം ഉണ്ടാക്കും. ബിസബബിൽ ജഹ്ലി ബിദ്ദീൻ, കാരണം അവർ ചെയ്യണത് ബിദഅത്തായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? ദീനിലുള്ള ജഹല് കൊണ്ട് സംഭവിക്കുന്നതാണ്. മയ്യത്തിന് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാരനെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. മരിച്ചാൽ തന്നെ എന്താ ചെയ്യാന്നുള്ളത് അറിയാത്ത ആൾക്കാരാണ്. നൂലൊളിച്ചാന്നല്ലാതെ അറിയാന്നല്ലാതെ. കാരണം മരിച്ചാൽ എന്താ ചെയ്യേണ്ടി? പിന്നെ ആ മഹല്ലത്തെ എൻ്റെ ഒരു പെണ്ണുണ്ടെന്ന് പറയാം, ആ പെണ്ണ് വരേണ്ടി ഒരു താത്ത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വല്യമ്മ ഉണ്ടാവും. അത് ഇനി കുളിപ്പിക്കണമെങ്കിൽ അയാൾ വന്നിട്ടില്ല എന്ന് പറയും, മയ്യത്ത് കുളിപ്പിക്കാനേ. നമ്മളെ മുസ്ലിം സമൂഹം പോണ പോക്കാണത്. അതൊക്കെ എന്താ വെച്ചാൽ ദീനിയായിട്ടുള്ള ജഹലാണ്. നമ്മളൊക്കെ എല്ലാത്തിലും പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷെ ദീനിയായിട്ട് പുരോഗമിച്ചിട്ടില്ല. അന്ന് മദ്രസയിൽ 2ാം ക്ലാസ് പഠിച്ചാൽ ദിക്ർ തന്നെ അല്ലെന്നും ആൾക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കണം. പുതിയൊരു ദിക്ർ ആരെങ്കിലും പഠിച്ചിരിക്കണം, ആർക്കതിന് സമയം. അപ്പൊ നമ്മൾ ഓരോ ദർസുകളുടെ അവസ്ഥ നോക്കി എത്ര ആൾക്കാർക്ക് ടൈമുണ്ട് 7 ദിവസത്തിൽ ഒരു അരമണിക്കൂർ ചെലവാക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വല്യമ്മ വരാനുണ്ടെന്ന് പറയും മയ്യത്ത് കുളിപ്പിക്കാനേ, അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഏതെങ്കിലും കാരണന്മാരുണ്ടാവും. എന്താണ് മരിച്ചിങ്ങനെ കിടക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ ജഹലുള്ള ഒരു മേഖലയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ആളുകൾ പഠിക്കണില്ല, അത് തന്നെയാണ് വിഷയം. ഈ വിഷയത്തിലുള്ള അജ്ഞത അതാണ്. ആളുകൾ വിഷയം മനസ്സിലാക്കണില്ല, പഠിക്കാൻ ടൈമില്ല. ആ മയ്യിത്ത് നിസ്കാരം തന്നെ ഇത്ര ആള് ധൈര്യത്തിൽ ഇമാമ നിസ്കരിക്കാൻ പറ്റും, ആകെ വിശ്വാസത്തിലാണ്. കാരണം നിസ്കരിക്കണമില്ല, അതിനെപ്പറ്റി പഠിക്കണമില്ല. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്തൊക്കെ ജഹിലാണ് മൊത്തത്തിൽ. ആ ജഹിൽ എന്തുകൊണ്ട് ഓരോരുത്തരും നമ്മളതിനെ പറ്റി ആലോചിക്കണം. നമ്മളെ കുടുംബത്തിൽ, നമ്മളെ വീട്ടിലൊരാൾ മരിച്ചു, നമ്മളെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു, എന്തൊക്കെയാണ് ചെയ്യേണ്ടി? അപ്പൊ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്നുള്ളത് ആര് പറയണം? ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ബദർ ഹഫിളഹുല്ലാ വിശദീകരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പല ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ അതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം. വലിഹാദ യംബഗി അലൽ മുസ്ലിമീൻ അൻ യഅ്തനിയ ബിഹാദിഹിൽ മസായിൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മസലകളെ സംബന്ധിച്ച് ഓരോരുത്തരും ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. വാൻ യൽബിതഹ ഹത്ത യകൂന തആമുല മിൻഹു മഅൽ മയ്യിതി വഫ്ഖ ശർഇല്ലാഹി അസ്സ വജല്ല. ശർഇനോട് യോജിച്ച രൂപത്തിൽ, അത് ഏതൊക്കെ രൂപത്തിലാണെന്നുള്ളത് അവൻ ലബ്ധ ചെയ്യണം. കൃത്യമായ ഇൽമ അതിനെ സംബന്ധിച്ചുണ്ടാകണം. വഫ്ഖ മാ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ഈ വിഷയത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതിലുള്ള അറിവ് ഓരോരുത്തരും നടണം. അപ്പൊ ഇതൊക്കെ അദ്ദേഹം മുഖവുരയായിട്ട് സൂചിപ്പിക്കണം. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. നമ്മളെ തന്നെ ആലോചിച്ചാൽ മതി. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഖൗലുഹു റഹ്മഹുല്ലാ. ഇനി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഓരോ കൗലെടുത്തിട്ട് വിശദീകരിക്കുകയാണ്. അവ്വലൻ, ആദ്യം, അതായത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കൗല് നൂലെടുത്ത് ഇങ്ങനെ ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാണ്. യുസ്റഉ തൽക്കീനുൽ മുഹ്തദർ, നേരത്തെ പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലി ഖൗലി നബി ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരണമാസന്നമായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. റവാഹു മുസ്ലിം ഫി സ്വഹീഹ് വൽ മുറാദു ബിൽ മൗതാ ഫി ഹാദൽ ഹദീസ് അൽ മുഹ്തദറൂൻ വഹും മൻ ലഹറത്ത് അലൈഹിം അമാറാത്തുൽ മൗത്ത്. ഇത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കൗല്. ലിഅന്നഹു സഹഹ അൻ നബിയിന അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം എന്താ, അത് മരണമാസന്നമായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ ഹദീസിന്റെ അർത്ഥം? ഒരാളുടെ അവസാനത്തെ വാക്ക് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ അയാൾ അവസാനം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നത്. ഫയുഷ്റഉ, അതുകൊണ്ട് ശറഅക്കപ്പെടും അൻ യുലഖന അൽ മയ്യിതു ഹാദിഹിൽ കലിമത്തിൽ അളൈമ, ഈ മഹത്തരമായിട്ടുള്ള കലിമത്ത് ഷഹാദത്ത്,
അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മഷ്റൂആണ്. ലിതകൂന ആഖിറ കലാമിഹി മിനദ് ദുനിയ, അവന്റെ അവസാനത്തെ കലാം ഇതായിരിക്കണം. കാരണം വലുതാ ഇതുകൊണ്ടാണ് ഖാല നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഖ്നു മൗതാക്കു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ മരണമാസന്നമായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം ഇതാണ്. വയുറാദു ബിൽ മൗത, ഇവിടെ മരണപ്പെട്ടവർ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം മൻ ഖാറബൽ വഫാത വദന മിൻഹ, മരണത്തോട് അടുത്ത ആളുകൾ, മരണമാസന്നമായ ആളുകൾ എന്നുള്ളതാണ് അർത്ഥം. വലഹർത്ത് അലൈഹി അമാറാത്തുൽ മൗതി വ അലാമത്തുഹു, മരണത്തിന്റെ അടയാളങ്ങൾ അയാളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, മരണത്തിന്റെ അടയാളങ്ങൾ അയാൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലൈസമൻ മാത്ത ഫീലൻ, ഒറിജിനൽ മരിച്ച ആളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അയാൾക്ക് മരിച്ച ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് മരിച്ചെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെയുള്ള ഇത് അവിടെ അതല്ല ഒരുപാട് വിദഗ്ധർ. അപ്പൊ ഈ ഹദീസിന് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ള എന്താണ്, മരണം ആസന്നമായ ആളുകൾക്ക്. അതിന്റെ തെളിവ് വേറെ ഹദീസും പറഞ്ഞു, എന്ത് ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളത്. ആ ഹദീസിനെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫമിന സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതാണ് നുസാരിയ ബി തൽക്കിനിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ധൃതി കാണിക്കല്. ബിരിഫ്കിൻ വ ഉസ്ലൂബിൻ ലത്തീഫിൻ, എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഒരു ഉസ്ലൂബിൻ ലത്തീഫിൻ എന്ന് പറഞ്ഞാല് എന്താ അതിന് പറയാ, റിഫ്കോട് കൂടിയിട്ട്, ദയയോട് കൂടിയിട്ട്, കാരുണ്യത്തോട് കൂടിയിട്ട്, അനുകമ്പയോട് കൂടിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. അത് പറയാൻ കാരണം എന്താ, ഹത്താ ലാ യതസബ്ബബ് ഫി ഈഖാഇ ശൈഇൻ മിനൽ അജർ, ആ മരിച്ചാൻ കിടക്കുന്ന ആളിന് അതുകൊണ്ടൊരു മടുപ്പ് തോന്നരുത്, അതൊരു സ്വൈരക്കേടായിട്ട് തോന്നരുത്. ആ രൂപത്തിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ റിഫ്കോട് കൂടിയിട്ടായിരിക്കണം, കാരുണ്യത്തോടു കൂടി, ദയയോടുകൂടി, അനുകമ്പയോട് കൂടിയിട്ടാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് അയാൾക്ക് അത് അസ്വാരസ്യമായിട്ട് തോന്നിയാൽ എന്താവും, വലാസിയമാനഹു ഫി ഷിദ്ദത്തിൻ വ കർബിൻ, കാരണം അയാൾ വളരെയധികം പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് അയാൾ ഉള്ളത്, അയാൾ ഏത് സമയത്തും മരിക്കാം. അപ്പൊ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണത്. അപ്പൊ ആ സമയത്ത് അത് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ കാരുണ്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടിയിട്ട് ആയിരിക്കണം. വൈദാ കാലഹാല യുഖരിറു അലൈഹി ബൽ യുതറക്, അത് അയാൾ പറഞ്ഞാൽ പിന്നീട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പിന്നെയും പിന്നെ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതില്ല. എങ്ങനെയല്ലാതെ സുമ്മ ഇൻ ജറാ മിൻഹു ഹദീസുൻ ആഖർ ഫൈനഹു മിൻ ബഅദി ദാലിക യുലഖൻ, എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വീണ്ടും അയാൾ സംസാരിക്കുകയാണെങ്കിൽ, വേറെന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞു കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകണ്ടല്ലോ. പിന്നെ അയാൾ വേറെ എന്തെങ്കിലും സംസാരിച്ചാല് വീണ്ടും അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് ആവർത്തിക്കുമ്പോൾ എന്താണ്, അവർക്ക് ഒരിക്കലും സ്വൈരക്കേടായിട്ട് തോന്നരുത്, ഒരു വെറുപ്പായിട്ട് തോന്നരുത്, ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കരുത്. അപ്പൊ അത് റിഫ്കോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ലാക്കിൻ യുതറഫഖു ബിഹി ഗായത തറഫഖി, അങ്ങേയറ്റത്തെ റിഫ്കോട് കൂടിയിട്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ദേഷ്യം പിടിക്കും, കാരണം ചിലപ്പോൾ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളെന്താ തന്നെ കൊല്ലുകയാണോ ചോദിക്കും, ഞാൻ മരിച്ചിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളും അങ്ങനെ പല വിഷയങ്ങൾ അതിലുണ്ട്. അപ്പൊ നമ്മളെ സ്നേഹത്തോട് കൂടിയിട്ട് അതൊക്കെ ആ സന്ദർഭത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരു വാശിയോട് കൂടിയിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയല്ല. അയാളെ ചടപ്പുണ്ടാക്കരുത് അയാൾക്കത് പറഞ്ഞു കൊടുത്തിട്ട്. കാരണം ആ സമയത്ത് അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് അയാളോടുള്ള സ്നേഹം മാത്രമായിരിക്കണം ഇതിന്റെ പിന്നിലുണ്ടാകേണ്ടത്. അപ്പൊ ആ രൂപത്തിൽ അയാൾക്കൊരു പ്രയാസം ഉണ്ടാകാത്ത രൂപത്തിൽ, കാരണം അയാൾ ആ അവസ്ഥ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യമായിരിക്കും, വളരെയധികം ബുദ്ധിമുട്ടുള്ള ടൈമായിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും അത് പറയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ആര് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിലൊക്കെ വലിയ വല്യമാരുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തു കൊടുക്കാന്നല്ലാതെ, കാരണന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാന്നല്ലാതെ, ഇതൊക്കെ ഒന്ന് ഇതേപോലെ പിന്നെ പറയുകയും ചൊല്ലിക്കെടുക്കുകയും ചെയ്യുന്ന ആളുകൾ എത്ര ആൾക്കാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ നമ്മൾ പറയണം. ഉപ്പയാണെങ്കിൽ ഉപ്പാനോട് പറയാം, ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ആരാണോ വെച്ചാൽ അവരോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരതൊരു പ്രാവശ്യം ചൊല്ലിയാൽ അത് മതി, തീർന്നു. പിന്നെ വേറെ എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ അത് പറഞ്ഞു കൊടുക്കണം. കാരണം ഉദ്ദേശിതാണ് എന്ത്, റസൂലുള്ളാഹിന്റെ ഹദീസ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നുള്ളതാണ്. ഒരാൾ കാഫിറാണെങ്കിലും പറഞ്ഞു കൊടുക്കും. കാരണം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖുൽ യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അബൂ ത്വാലിബിനോട് പോയിട്ട് പറഞ്ഞല്ലേ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോടെ. അതേപോലെ നബിക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജൂതനുണ്ടായിരുന്നു, ജൂതബാലൻ, ഒരു കുട്ടി ഉണ്ടായിരുന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു. ആ വാപ്പ എന്ത് പറഞ്ഞു, ജൂതന്മാരല്ലേ, കള്ളന്മാരാണ്, വാപ്പാക്ക് ഇത് അറിയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഹക്കാണെന്നുള്ളത് അറിയാലോ. വാപ്പ പറഞ്ഞു മോനോടെ അനക്ക് കേട്ടലായിരുന്നു, മുഹമ്മദ് പറയണത് എനിക്ക് കേട്ടലായിരുന്നു. ആര് തലക്കും പുറത്തിരിക്കണ ജൂതനായ വാപ്പ ജൂതനായ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇത് ഇന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആ കുട്ടിനോട് പറഞ്ഞപ്പോ വാപ്പ പറയണത് അത്യേ അബൽ കാസിം, മുഹമ്മദ് പറയണത് കേട്ടലാന്ന്. ആലോചിച്ച് നോക്കണം. അങ്ങനെ ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് അവരെ ഇടങ്ങാറാക്കരുത്,
പ്രയാസപ്പെടുത്തരുത്. എന്നാൽ അവരത് പറഞ്ഞു കിട്ടിയാൽ എന്താണ്, അത് അവർക്ക് ഖൈറായിരിക്കും. അവരുടെ ജീവിതം അതിനനുസരിച്ചിട്ടാണെങ്കിൽ ബാക്കിയൊക്കെ പിന്നെ അള്ളാഹിന്റെ അടുത്താണ്. അവൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മൾ സ്വയം പഠിക്കണം. എങ്കിലേ നമ്മളെ മക്കൾക്ക് കിട്ടുള്ളൂ, നമ്മളെ ഭാര്യക്ക് കിട്ടുള്ളൂ. ആരാദ്യം മരിക്കും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. മരണം എന്നുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് വരുന്ന ഒന്നല്ലല്ലോ മരണം എന്നുള്ളത്. അപ്പൊ അത് പരസ്പരം അങ്ങോട്ട് കൊണ്ട് പഠിപ്പിക്കണം, ഓരോരുത്തർ അറിയണം, പഠിക്കണം. ചിലപ്പോൾ ഈ ഒരു തോഫീക്ക് കൊണ്ട് ചിലപ്പോൾ അയാളെ രക്ഷപ്പെടും. ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്ത ആളെ ലായലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ അയാളെ രക്ഷപ്പെടും. കാരണം അതൊരു പ്രയാസമുള്ള ഒരവസ്ഥയാണല്ലോ. അപ്പൊ ഒരാളത് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. തിൽഖീൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരാളത് ചൊല്ലിക്കൊടുക്കുക. ഇങ്ങനെ ലായലുള്ള ഉപ്പ ലായലെന്ന് പറയാം, അല്ലെങ്കിൽ ഉമ്മ ലായലെന്ന് പറയാം. അപ്പൊ അത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരാൾക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, മരണമാസന്നമായ ഒരാൾക്ക് ആദ്യം നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യം അതാണ്. ഇനി രണ്ടാമത്തത്, ഇതാ തയുഖിന മൗതുഹു വമിലത ഐനഹു വശുദ്ധ ലിഹിയാഹു ലിവറൂദി സുന്ന ബിദാലിക. ഇത് ഷെയ്ഖ് ബിൻ ബാസിന്റെ കൗല്. മരണം ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2 കണ്ണുകളും അടച്ചു കൊടുക്കണം. അതേപോലെ 2 താടികളും 2 താടിയെല്ലുകളും കെട്ടുകയും ചെയ്യണം. അതിന്റെ ഷറഹ് നോക്കോ. ഷറഹ് തഹക്കക മൻ ഇൻദഹു അന്നഹു മാത ഫിഅലൻ ബിൽഹൂരി അലാമാത്തിൽ മൗതി അലൈഹി. ഒരാൾ മരിച്ചു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ, അതിന്റെ അടയാളങ്ങൾ കണ്ടു അയാൾ മരിച്ചു എന്നുള്ളത് ഉറപ്പായി. ഔ ബി തക്ലീർ തൊബീബി ഔ നഹ്വി ദാലിക, അതല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു, മരണം സ്ഥിരീകരിച്ചു, അത് ഉറപ്പാക്കണം. കാരണം ചില ആൾക്കാർ കോമയിലൊക്കെ ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അത് ഉറപ്പാക്കുക എന്നുള്ളത് പ്രത്യേകം പറഞ്ഞത്. അപ്പൊ അതൊരു ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ മരണം അടയാളങ്ങൾ കൊണ്ട് നമ്മൾ തീർച്ചപ്പെടുത്തി എങ്കിൽ ചെയ്യേണ്ട കാര്യമാണത്. ആദ്യം ചെയ്യേണ്ട എന്താണ്? 2 കണ്ണുകളും അടക്കുക എന്നുള്ളതാണ്. ഫൈനഹു യുഷ്റഉ ഹീനഇദിൻ തുഗ്മലൈനഹു, അവൻ 2 കണ്ണുകളും അടച്ചു കൊടുക്കണം. ലിഅന്നഹു ഇദാ നുസിഅത മിൻഹു റൂഹു തബിയഹൽ ബസറു ഫയഷ്ഖസു ബസറുഹു. ഇതിന് കാരണം പറഞ്ഞാൽ എന്താ? അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? ആ റൂഹിനെ അവന്റെ ദൃഷ്ടി നോക്കുന്നു, അവന്റെ കണ്ണുകൊണ്ട് അവൻ ആ റൂഹിനെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ റൂഹിനെ മലക്ക് കൊണ്ടുപോയ ആ സ്ഥലത്തേക്ക് ആ റൂഹിനെ ആര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഈ മയ്യത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ കാരണം. അതിന്റെ ഹദീസ് തെളിവ് വന്നിട്ടുണ്ട്. ഫഫി സ്വഹീഹ് മുസ്ലിം ലിഅന്നഹു ഇദാ നുസിഅത മിൻഹു റൂഹ് തബിയഹൽ ബസറു, അവന്റെ ദൃഷ്ടി ആ റൂഹിനെ പിന്തുടരും. ഫയഷ്ഖസു ബസറുഹു, അപ്പൊ അവന്റെ കണ്ണ് തുറിച്ചു നിൽക്കും. കണ്ടിട്ടില്ല ചില ആളുകൾ മരിച്ചാൽ? എന്തുകൊണ്ടാ? അത് ഈ കാരണം കൊണ്ടാണ്. അത് ആ റൂഹിനെ പിന്തുടരാണ് അവന്റെ കണ്ണുകൾ. അപ്പൊ ആ കണ്ണ് അങ്ങനെ തന്നെ നിൽക്കുന്നുള്ളതാണ്. ആ റൂഹിനെ നോക്കി ആ നോട്ടത്തിൽ തന്നെ നിൽക്കും അവന്റെ കണ്ണ്, സ്റ്റക്കായിട്ട് നിൽക്കും. അത് ഫമിന സുന്നത്തി ഇന്ത്യയിൽ അൻതുമലായിനാഹു, ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താ? അവന്റെ 2 കണ്ണുകളും അടക്കുക എന്നുള്ളതാണ്. ഫഫി സ്വഹീഹ് മുസ്ലിം, മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഉമ്മി സലമ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവര് പറഞ്ഞതായിട്ട്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വഖദ് ശഖ്ഖ ബസറുഹു, അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ തുറന്നു കിടക്കുകയാണ്, മഫ്തൂഹാണ്, അങ്ങനെ തുറിച്ചു നിൽക്കുകയാണ്. ഫാഗമലഹു, ആര്? അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ തുറിച്ചു നിൽക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താ ചെയ്ത്? ആ കണ്ണുകൾ ഇങ്ങനെ അങ്ങോട്ട് അടച്ചു കൊടുത്തു. അപ്പൊ ഇതൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് തന്നെയാണ് അതിന്റെ കാരണം പറഞ്ഞത്. ആ ഹദീസ് ഇങ്ങനെയാണ് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയുടെ അടുത്തേക്ക് പ്രവേശിച്ചു. വഖദ് ശഖ്ഖ ബസ്റുഹു ഫഅഗ്മലഹു, അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ തുറിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്ന റൂഹ, തീർച്ചയായും റൂഹുണ്ടല്ലോ, മനുഷ്യന്റെ റൂഹ്, ഇതാ ഖുബില, ആ റൂഹിനെ മലക്കുകൾ പിടിച്ചാൽ തബിയഹുൽ ബസർ, അവന്റെ കണ്ണുകൾ അതിനെ പിന്തുടരും, ആ റൂഹിനെ പിന്തുടരും. ഫളജ്ജനാസും മിൻ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അട്ടഹസിച്ചു എന്നാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ. ഫഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈറിൻ, ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഖൈറിന് വേണ്ടിയിട്ടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്നിങ്ങനെ ഹദീസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെ കുറെ വരുന്നുണ്ട്. ആ റൂഹിനെ പിന്തുടരുന്നത്, അവന്റെ ദൃഷ്ടികൾ. അപ്പൊ കണ്ണാവസ്ഥ തന്നെ ആയിരിക്കും എന്നാണ്. പിന്നെ നമ്മളത് അടച്ചു കൊടുക്കണം. അപ്പൊ അതാണ് ഒന്നാമത് മരിച്ചാൽ ചെയ്യേണ്ട കാര്യം അതാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം മയ്യത്താണ്, ആ മയ്യത്തിനോടൊരു ആദരവുണ്ട്. ഇനി അടുത്ത വിഷയം അതന്നെ പറയണം, താടി പരസ്പരം കെട്ടുക എന്നുള്ളത്. ഇതിന്റെയൊക്കെ കാരണം അതാണ്. വാൻ യുഷദ്ദ ലിഹിയാഹു വല്ലിഹിയാൻ, 2 താടികളും കൂട്ടിക്കെട്ടണം. ഹുമാ അൽ അദ്മാനി ലദാനി ഹുമാ മൻബത്തുൽ അസ്നാൻ ഫയുഷദ്ദാനി ബിഖുമാഷിൻ, അതൊരു തുണി കൊണ്ട് കീറിയിട്ട് എന്ത് ചെയ്യണം? അവന്റെ താടികൾ കൂട്ടിക്കെട്ടണം.
ലിയന്നഹുദാലം യർബിത്തുഹുമാ, അത് രണ്ടും ബന്ധിച്ചിട്ടില്ല എങ്കിൽ, കൂട്ടിക്കെട്ടിയിട്ടില്ല എങ്കിൽ, ഫറുബ്ബമാ യൻഫത്തിഹുൽ ഫം, വായ തുറന്ന് കിടക്കും, മയ്യത്തിന്റെ വായ തുറന്ന് കിടക്കും. ഫൈദാ ശദ്ദഹുമ വബറദത്തിൽ മയ്യഹ് ബക്കിയ മഷ്തൂദൻ, അത് രണ്ടും കൂട്ടിക്കെട്ടിയാൽ എന്താണ്, മയ്യത്ത് തണുത്താലും അതെന്താണ്, വായ കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ മയ്യത്തിന്റെ വായ തുറന്നു കിടക്കും. വമിനൽ ഹിക്മത്ത് ഫീ ദാലിക, അതിലുള്ള ഹിക്മത്ത് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് താടി ഇങ്ങനെ കൂട്ടിക്കെട്ടാൻ പറഞ്ഞു എന്നുള്ളത്. അല്ലാ യദ്ഖുലുൽ മാഉ ഇലാ ഫീഹി, മയ്യത്തിന്റെ വായിലേക്ക് വെള്ളം കടക്കാതിരിക്കാനാണ്. വക്ത ഖസ്ലിഹി, അല്ലെങ്കിൽ എന്താ, വായ തുറന്നു കിടക്കുകയാണെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എത്ര വെള്ളം കയറും, ആ വെള്ളമൊക്കെ എടുക്കാൻ പോണത്. അവിൽ ഹവാം ബാദ ദഫ്നി, അതല്ലെങ്കിൽ മറമാടിയതിനു ശേഷം, മറമാടുന്ന സന്ദർഭത്തിലാകട്ടെ അതിനു ശേഷമാകട്ടെ, ഈ പ്രാണികൾ, ഇനി അതല്ലാത്ത തന്നെ മണ്ണ്, ഇതൊക്കെ ആ മയ്യത്തിന്റെ വായിലേക്ക് പോവാണ്. വഹുവ വൈലം യരിദ് ബിഹി നസ്സുൻ മുഅയ്യനുൻ, പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ താടികൾ കൂട്ടിക്കെട്ടുക എന്നുള്ളതിൽ മുഅയ്യനായ നസ്സ് വന്നിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല അന്നഹു ദാഖിലുൻ ഫിൽ ഉസൂലിൽ ആമ്മ, എന്നാൽ മൊത്തത്തിലുള്ള ശറഇന്റെ അസ്ലുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതെന്താണ്, ഒരു മനുഷ്യൻ എന്നുള്ളത് മരിച്ചാലും ആ മനുഷ്യനോട് കാണിക്കേണ്ട ഒരു ആദരവുണ്ട്, മനസ്സിലാണ്ടല്ലോ. ആ ആദരവിന്റെ ഭാഗമാണത്. ഏത്, വായ തുറന്നു കിടക്കാതിരിക്കാൻ താടി കെട്ടുക എന്നുള്ളത് ശരിക്ക് ബന്ധിക്കണം, അഴിഞ്ഞു പോരാത്ത രൂപത്തിൽ. അത് ആ സന്ദർഭത്തിൽ തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ്. കണ്ണുകൾ അടക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ അതിനൊരു വികൃത രൂപം ഉണ്ടാവും, അത് മരിച്ചതിന് ശേഷം പോലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം അതൊരു മനുഷ്യനാണ്, അതിനൊരു ഹുർമത്തുണ്ട്, ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനം കൊടുക്കണം. ഇനി നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും, തരത്തിലുള്ള കാഴ്ചകൾ. എല്ലാവരുടെ ഇടയിലും നമ്മൾ തൊള്ള തുറന്നിട്ട് നമ്മൾ കടന്നുറങ്ങും, ആ കാഴ്ച എന്തൊരു കാഴ്ചയായിരിക്കും. കണ്ണ് തുറന്നിട്ട് തൊള്ള തുറന്നിട്ടുള്ള ഒരു കടത്തത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി, ബീഭത്സകമായൊരു കാഴ്ചയായിരിക്കും അത്. ഒരാൾക്ക് ആ കാഴ്ച കാണാൻ പറ്റുമോ, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ ഒരാൾ കടന്നുറങ്ങണം, ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ മനുഷ്യൻ കടന്നുറങ്ങണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വായൊക്കെ തുറന്നിട്ട് കണ്ണൊക്കെ അങ്ങനെ തുറപ്പിച്ചിട്ട് കടന്നുറങ്ങണത് നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റൂല. അപ്പൊ ആ ഒരു ആദരവ്, അപ്പോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതൊക്കെ അതിനോട് കാണിക്കുന്ന ആദാബുകളിൽ പെട്ടതാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഹദീസ് എവിടെ? ഇത് മൊത്തത്തിലുള്ള മനുഷ്യനോട് കാണിക്കേണ്ട ആദരവിനെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ മുസ്തഹബായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ താടി അത് രണ്ടും പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ തലയുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടുണ്ട്. അത് ഇതിനാണ് കെട്ടുന്നത്, മനസ്സിലാണ്ടല്ലോ. അത് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ വായ ഇങ്ങനെ തുറന്നു കിടക്കും, ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കും, വിറങ്ങലിച്ച് കിടക്കും. അതേപോലെ തന്നെ കണ്ണുകൾ അടക്കുക എന്നുള്ളത്. ഖാല റഹിമഹുല്ലാഹ് സാലിസൻ, മൂന്നാമത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി പറഞ്ഞു, യജിബു ഗസ്ലുൽ മയ്യിത്തിൽ മുസ്ലിമി, മുസ്ലിമായ ഒരു മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് എന്താണ്, നിർബന്ധമാണ്. ഐ അന്ന ഗസ്ലഹു മിനൽ വാജിബാത്ത്, അത് വാജിബാത്തുകളിൽ പെട്ടതാണ്. വഹുവ മിൻ ഹുഖൂഖിൽ മയ്യിത്ത് അല്ലതി യജിബു അൻ തുഫല, ഒരു മയ്യത്തിനോട് കാണിക്കേണ്ട കടമകളിൽ പെട്ടതാണത്. വതഅതി സിഫത്തു ഹാദൽ ഗസ്ലി, ഇത് കുളിപ്പിക്കേണ്ട രൂപം ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ വിശദീകരിക്കാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് മനസ്സിലാക്കണം.